ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു സ്പെസിഫിക് ടോപ്പിക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ്, അതിലുള്ള എനർജീസ് എന്താണെന്നാണ് നോക്കുന്നത്. ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് ബേസ് അല്ലാതെ തന്നെ ഒരു വ്യക്തിയെ മനസ്സിലാക്കണം, അല്ലേ? നമ്മൾ ലൈഫ് ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ഡിവൈൻ നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു ഗൈഡഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. ആദ്യം നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഡിവൈൻ ഗൈഡ് ചെയ്താലും എന്ത് കറണ്ട് എനർജിയിലാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്? ആ ഒരു വ്യക്തിയുടെ പാർട്ട്ണറുടെ കറണ്ട് എനർജി എന്താണ്? ഡിവൈൻ ഗൈഡ് ചെയ്ത് നൽകിയാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തി എന്ത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഡിവൈൻ ഗൈഡ് ചെയ്താണ്. ഈ ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം നേരിടുന്നുണ്ടോ ഇയാളുടെ ലൈഫിൽ? ഈ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എന്ത് ഗൈഡൻസാണ് ഡിവൈൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ ഡിയർ, ഒരു വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ഉള്ള കാശുകൊണ്ട് അവർ ജീവിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടുമാണ്. ഓക്കെ, കയ്യിലുള്ള കാശ് മിച്ചം പിടിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചു പോവുകയാണ് അവരിപ്പോൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ കറക്റ്റാണ്. അവർ സാമ്പത്തികത്തിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിൽ നിന്നും ഇവർക്ക് കാശിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നിന്നും അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് എത്തണം എന്നുള്ളതിന് വേണ്ടിയിട്ട് അവർ അതിൽ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവർക്ക് ഒരു തടസ്സമായിട്ട് അവരുടെ ലൈഫിൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ, ഇവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവരുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒക്കെയും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്കൊരു കൃത്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് അവർക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലും കുറച്ചധികം ചലഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് പേഴ്സണൽ ലൈഫിലും ഒന്നും കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ആകെ അവർ സ്ട്രഗിളിലാണ്. ഈ ഒരു സ്ട്രഗിൾസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടും അവർ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അത്തരത്തിൽ നിങ്ങളും കുറേയധികം സ്ട്രഗിളിലാണ് നിൽക്കുന്നത്. അവിടെ നിങ്ങൾ ഒന്ന് ബോൾഡായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് ഡിവൈൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു ചലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഡിവൈൻ ഗൈഡൻസ്. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.